ഹായ്, ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം കൊണ്ട് നല്ല ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഇതിൽ നമ്മൾ മൈദയൊന്നും ഉപയോഗിക്കുന്നില്ല. ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ നീളത്തിൽ ഇത്ര കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുന്നുള്ളൂ. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ മധുരം വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അതായത് നമ്മുടെ സ്പൂൺ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മൈദ ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് മൈദ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒരു വിസ്കോ ഒരു ഫോക്കോ ഉപയോഗിച്ച് നമുക്ക് കട്ടില്ലാതെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടിരിക്കണേ. അപ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? ഒന്നുകിൽ പാൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. നമ്മളിവിടെ സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വേണ്ടി വരുള്ളായിരിക്കും കേട്ടോ. എന്നിട്ട് കട്ടിയില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കൂട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കട്ട ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഇതിന് പകരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ബ്രെഡ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ റസ്ക് ആയാലും നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഏത്തപ്പഴവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഏത്തപ്പഴത്തിൻ്റെ പീസ് എടുത്ത് ഈ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് ബാക്കിയുള്ള മാവൊക്കെ ഇങ്ങനെ കുടങ്ങി കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് മറ്റേ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് അമർത്തി കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കോട്ടിങ് നല്ല പോലെ നമ്മുടെ ഈ നേന്ത്രപ്പഴത്തുമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവണം. അതേപോലെ നല്ല അമർത്തിയിട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരെണ്ണം നമ്മളിതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാവിൽ മുക്കിയതിന് ശേഷം നല്ല പോലെ ആ മാവ് അതിൽ നിന്ന് കളയണം കേട്ടോ. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മാവ് ബ്രെഡ് ക്രംസിലൊക്കെ വീണ് നന്നായിട്ട് കുഴഞ്ഞ പോലെ ഇരിക്കും. ഇപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഏത്തപ്പഴം വേണമെങ്കിൽ നമുക്ക് വട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് തണുപ്പിക്കാം. അപ്പോൾ ആ കോട്ടിങ് ശരിക്കും സെറ്റായി കിട്ടും. വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ബ്രെഡാണല്ലോ പുറമേ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഞാനിതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ അത് നല്ല പോലെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രെഡ് ഉപയോഗിച്ച് ഏത് വിഭവം ഉണ്ടാക്കുകയാണെങ്കിലും ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അങ്ങനെ എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ തിരിച്ച് മറിച്ചിട്ട് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഒട്ടും തോന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മളോട് ഫീഡ്ബാക്ക് പറയണം. താങ്ക്